നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഈസ് ഇവിടെ തന്നെ എഴുതാം അല്ലേ, കണ്ടക്ടിവിറ്റി. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടക്ടിവിറ്റി എന്നുള്ള വേർഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു 3 ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ പഠിക്കാനുണ്ട്. മൊബിലിറ്റി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കറണ്ട് ഡെൻസിറ്റി ആവശ്യമുണ്ട്, ഡിസ്കസ് ചെയ്തു. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഒരു കറണ്ട് ഫ്ലോ നടക്കുകയാണെങ്കിൽ, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ടിൻ്റെ ഒരു ഫ്ലോ നടക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കോപ്പറിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്, അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? വുഡിന് കണ്ടക്ടിവിറ്റി വളരെ വളരെ കുറവാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാട്ട് മീൻ ബൈ കണ്ടക്ടിവിറ്റി? ഐഷിക്ക് അറിയാമോ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അന്ന് ഞാൻ പറഞ്ഞുതരാം. ദ മോർ കണ്ടക്ടിവിറ്റി മീൻസ് ദ മോർ ഫ്ലോ ഓഫ് ദ കറൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പറിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്, അപ്പോൾ കോപ്പറിൽ കൂടി നല്ല കറണ്ട് നന്നായി ഫ്ലോ ചെയ്യാൻ പറ്റും. കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. കണ്ടക്ടിവിറ്റി ഈസ് സിംപ്ലി ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. റെസിസ്റ്റിവിറ്റി അത് 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അത് വേറെ കാര്യം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ദ മോർ കണ്ടക്ടിവിറ്റി മീൻസ് ദ മോർ ഫ്ലോ ഓഫ് ദ കറൻറ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? വേറൊന്നും നമുക്കറിയാനില്ല, വേറൊന്നും പഠിക്കാനില്ല. മോർ കണ്ടക്ടിവിറ്റി ഇംപ്ലൈസ് മോർ കറൻറ്റ്. ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഹെഡിങ്, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് സ്പീഡ്. എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വാട്ട് ഈസ് ദിസ് ഈസ് ദ കണ്ടക്ടർ. ഓക്കെ, ഇതൊരു കണ്ടക്ടറാണ്. ഇതിൽ കൂടി ഒരു കറണ്ടിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി കൂടുതൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്, അത് വേറെ കാര്യം. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലായിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ആവും. നമ്മളത് ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ. ഒരു യൂണിറ്റ് ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ അതിലെത്ര ഫോഴ്സ് ഉണ്ട്? കാരണം ചാർജ് ഫ്ലോ ചെയ്തുകൊണ്ടാണല്ലോ കറണ്ട് ഉണ്ടായത്. ഇവിടെ ഒരു യൂണിറ്റ് ചാർജ് 1 കൂളം, ഒരു യൂണിറ്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ആവശ്യം വരും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് സ്പീഡാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ഈ ചാർജിനെ പുഷ് ചെയ്ത് അങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡെറിവേഷനാണ്, നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ഫ്ലോ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ഫ്ലോ നടക്കുകയാണ്. ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് നീങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലോട്ട് നീങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാലും പോസിറ്റീവ് ചാർജ് ഡ്രിഫ്റ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരേ മീനിങ്ങാണ്. ഇലക്ട്രോൺ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ചാർജ് റൈറ്റിലോട്ട് പോകും എന്നുള്ള വ്യത്യാസം മാത്രം. സോ ദിസ് പോസിറ്റീവ് ചാർജ് മൂവിങ് വിത്ത് ഡ്രിഫ്റ്റ് സ്പീഡ്, അങ്ങനെ പറഞ്ഞാലും ലോജിക്കലി മിസ്റ്റേക്ക് ഒന്നുമില്ല. ദിസ് പോസിറ്റീവ് ചാർജ് മൂവിങ് വിത്ത് ഡ്രിഫ്റ്റ് സ്പീഡ്. അപ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു ടൈം ഇൻ്റർവൽ, റിപ്പീറ്റൊക്കെ ചെയ്യും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക, റിപ്പീറ്റൊക്കെ ചെയ്യും, പേടിക്കണ്ട. ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 1 സെക്കൻഡ് സമയം കൊണ്ട് വി ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും.
ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവല്ലോ. പോസിറ്റീവ് ചാർജ്, നമ്മൾ പോസിറ്റീവ് ചാർജ് ഇല്ലേ, 1 സെക്കൻഡ് സമയം കൊണ്ട് വി ഡി ഡിസ്റ്റൻസ് റൈറ്റിലോട്ട് നീങ്ങും. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ സെയിം ഡെറിവേഷൻ, ഒരു വ്യത്യാസം വരുത്തുന്നില്ല. 1 സെക്കൻഡ് സമയം കൊണ്ട് പോസിറ്റീവ് ചാർജ്, ഈച്ച് പോസിറ്റീവ് ചാർജ് ട്രാവൽ എ ഡിസ്റ്റൻസ് വി ഡി മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി സെക്കൻഡ്, ചെറിയൊരു ടൈം ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക. ഡെൽറ്റ ടി സെക്കൻഡ് കൊണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേക്കാം, ഞാൻ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കും. പക്ഷേ ഡെൽറ്റ ടി സെക്കൻഡ് കൊണ്ട് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ആര്? നമ്മൾ പോസിറ്റീവ് ചാർജ്. 1 സെക്കൻഡ് കൊണ്ട് വി ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെങ്കിൽ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് ഈ പോസിറ്റീവ് ചാർജ്, ഈ ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന പോസിറ്റീവ് ചാർജ് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ്, ഈ ഏരിയനെ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ചാർജ്, ഈ ഏരിയനെ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ചാർജ് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫുൾ എന്താണ്, നമ്മളെ ചാർജാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആണെന്ന് കരുതിക്കോ. ഈ നീങ്ങുന്ന ആരാണ്? ഇലക്ട്രോൺ ആണ്. അപ്പോൾ സംശയമില്ലല്ലോ, ഇലക്ട്രോൺ തന്നെ കരുതിക്കോ. ദാറ്റ് ഈസ് മച്ച് കൺവീനിയൻറ്റ് ഫോർ അസ്. ഈ മൂവ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ പോളാരിറ്റിയെ മാറ്റിയേക്കാം. അപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ക്രോസ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഫുൾ ഇലക്ട്രോൺ ആണ്. ഇതൊക്കെ ഇലക്ട്രോൺ ഇങ്ങനെ വരിയായിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഇലക്ട്രോണൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയനെ ജസ്റ്റ് കോണ്ടാക്റ്റിലിരിക്കുന്ന ഇലക്ട്രോണ് ഡെൽറ്റ ടി സമയം കൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോണുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടാവും. ആ ഏരിയനെ കോണ്ടാക്റ്റിലുള്ള ഇലക്ട്രോണ് ഡെൽറ്റ ടി സമയം കൊണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫുൾ ഇലക്ട്രോൺസുകളാണ്. യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫുള്ളും ഇലക്ട്രോൺ ആണ്. ഞാൻ വളരെ സ്ലോവിൽ തന്നെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? 1 സെക്കൻഡ് സമയം കൊണ്ട് ഇലക്ട്രോണ് വി ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെന്നാണ് പറയുന്നത്. 1 സെക്കൻഡ് സമയം കൊണ്ട് വി ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഈ ഏരിയയ്ക്ക് തൊട്ടടുത്ത് ടച്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഈ ബൗണ്ടറി എത്തിയിട്ടുണ്ടാവും. ഈ ഏരിയനെ കോണ്ടാക്റ്റിലുള്ള ഇലക്ട്രോണ് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഡിസ്റ്റൻസ് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഇലക്ട്രോൺസുകളാണ് കേട്ടോ. 1 സെക്കൻഡിൽ ഇത്രയും ഇലക്ട്രോൺസ് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. 1 സെക്കൻഡിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന റീജിയനിൽ ഫുള്ളും ഇലക്ട്രോൺസാണ്. ഒരു ഡെൽറ്റ ടി സമയം കൊണ്ട് കേട്ടോ, ഡെൽറ്റ ടി സമയം കൊണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ വോള്യൂം? വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് ദ ഹൈലൈറ്റഡ് റീജിയൻ? ഞാൻ അങ്ങനെ എഴുതിക്കോട്ടെ, വോള്യൂം ഓഫ് ദ ഹൈലൈറ്റഡ് റീജിയൻ, അങ്ങനെ എഴുതാം. ഹൈലൈറ്റഡ് റീജിയൻ നല്ല മനസ്സിലാവുള്ളൂ. ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ വോള്യൂം, അതിൽ ഫുൾ ഇലക്ട്രോൺസ് ആണ്. അതിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ, വോള്യൂം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ ഐഷ, ഗോകുല്, ശരിയല്ലേ? വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? പഠിച്ചിട്ടില്ലേ? എന്തായാലും ഉണ്ടാകത്ത് ഏരിയ എ ആണെന്ന് വിചാരിക്കും കേട്ടോ. ബേസ് ഏരിയ എ ആണ്. വോള്യൂം കാണാനുള്ള ഫോർമുല, സിലിണ്ടറിൻ്റെ വോള്യൂം കാണാനുള്ള ഫോർമുല ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ എ ഇൻറ്റു ഹൈറ്റ് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, റിപ്പീറ്റൊക്കെ ചെയ്യാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുകൂടി ഫാസ്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടെ, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ വോള്യൂം എ ഇൻറ്റു വി ഡി ഡെൽറ്റ ടി ആണ്. ഇതിലൊരുപാട് ഇലക്ട്രോൺസുകളുണ്ട്. ലെറ്റ് 1 യൂണിറ്റ് വോള്യൂം, വളരെ ചുരുക്കി എഴുതുള്ളൂ കേട്ടോ. 1 യൂണിറ്റ് വോള്യൂം ഓഫ് ദ കണ്ടക്ടർ കണ്ടെയ്ൻസ് n ഇലക്ട്രോൺസ്, n ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് ഇത് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ, ഇത് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് ഫിക്സഡ് ആണ്, അത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു യൂണിറ്റ് വോള്യൂം, ഇത് പയ്യൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ, ഒരു യൂണിറ്റ് വോള്യത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളത് അത് ഫിക്സഡ് ആണ്. അത് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നിൻ്റെ കാര്യം റെഡിയായി.
അപ്പോൾ എന്താണ് ലെറ്റ് 1 യൂണിറ്റ് വോള്യം, ഒരു യൂണിറ്റ് വോള്യം കണ്ടക്ടറിനുള്ളിൽ n ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. എവിടെ? ഒരു യൂണിറ്റ് വോള്യം. ഇറ്റ് ഈസ് എ ഫിക്സഡ് നമ്പർ, ഇറ്റ് വിൽ ബി എ ഫിക്സഡ്, ഡസ് നോട്ട് ചേഞ്ച്. ഒരു യൂണിറ്റ് വോള്യത്തിൽ ഇത്രയും ഫ്രീ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വോള്യമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്? A × VD ഡെൽറ്റ ടി അല്ലേ? ഈ ഹൈലൈറ്റ് റീജിയനകത്ത് ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? അപ്പോൾ ഒരു യൂണിറ്റ് വോള്യം കണ്ടക്ടറിൽ ഈ n ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ highlighted region contains how many electrons? Highlighted region contains how many electrons? How many electrons? A into VD delta T into n ആയിരിക്കും. എങ്ങനെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു യൂണിറ്റ് വോള്യത്തിൽ n ഇലക്ട്രോൺ, ഒരു യൂണിറ്റ് വോള്യത്തിൽ n ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ AVD ഡെൽറ്റ ടി വോള്യമാണ് ഇവിടെ ഉള്ളത്. AVD ഡെൽറ്റ ടി വോള്യത്തിൽ AVD ഡെൽറ്റ ടി ഇൻറ്റു n ഇലക്ട്രോൺസ് ഉണ്ടാവും. അല്ല, ഒരു വോള്യത്തിൽ n ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ AVD ഡെൽറ്റ ടി വോള്യത്തിൽ ഇത്രയും ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ശരിയല്ലേ? ഗോകുല്, സിദ്ധാർത്ഥ്, കീർത്തി ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രാവശ്യം കൂടിയും ഫാസ്റ്റായിട്ട് പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ, റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് വായിച്ചുതരാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം കേട്ടോ, പേടിക്കൊന്നും വേണ്ടത് കണ്ട്. അപ്പോൾ ഹൈലൈറ്റഡ് റീജിയനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? AVD ഡെൽറ്റ ടി ഇൻറ്റു n ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്. സൈനൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണെങ്കിൽ ഇതിനുള്ളിൽ എത്ര ചാർജ് ഉണ്ട്? അപ്പോൾ ഈ ഹൈലൈറ്റഡ് റീജിയനകത്ത് എത്ര ചാർജ് ഉണ്ട്? ചാർജ് ഇൻ ദ ഹൈലൈറ്റഡ് റീജിയൻ, അങ്ങനെ തന്നെ എഴുതണുള്ളൂ കേട്ടോ. ചാർജ് ഇൻ ദ ഹൈലൈറ്റഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണെങ്കിൽ ഇത്രയും ഇലക്ട്രോണിൻ്റെ ചാർജ് ആകുമ്പോൾ AVD ഡെൽറ്റ ടി n ഇൻറ്റു E വരും. കാരണം ഇത്രയും ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോണിന് ഈ ചാർജ് ഉണ്ടെങ്കിൽ ഇത്രയും ഇലക്ട്രോണിന് ഇത്രയും ചാർജ് ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഡെൽറ്റ ടി സമയം കൊണ്ട് ഇത്രയും ചാർജ് ഈ കണ്ടക്ടറിനുള്ളിലോട്ട് കയറിപ്പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും ചാർജ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി അല്ലേ? അല്ലേ? ശരിയല്ലേ? ഡെൽറ്റ ടി ടൈം ഇൻ്റർവെൽ കൊണ്ട്, ഡെൽറ്റ ടി സമയം കൊണ്ട് എത്ര ചാർജ് കയറി? എത്ര ചാർജ് കണ്ടക്ടറിനുള്ളിൽ കയറി? AVD ഡെൽറ്റ ടി എന്നീ ചാർജ് കയറിയിട്ടുണ്ട് ഡെൽറ്റ ടി ടൈം കൊണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് കയറിയിട്ടുണ്ടാവും? അല്ല, ഡെൽറ്റ ടി ടൈം കൊണ്ട് ഇത്രയും ചാർജ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ചാർജ് കയറിയിട്ടുണ്ടാവും? ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡെൽറ്റ ടി ടൈം കൊണ്ട് ഇത്രയും ചാർജ് കയറിയെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് കയറി? ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ സംഭവത്തിന് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഡെൽറ്റ ടി വെട്ടിപ്പോവും. ഡെൽറ്റ ടി വെട്ടിപ്പോയിട്ട് ഓർഡർ ഒന്ന് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. NAEVD എന്ന് കിട്ടും. ഡെൽറ്റ ടി വെട്ടിപ്പോയിട്ട് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറയൂട്ടോ, പേടിക്കൊന്നും വേണ്ട. NAEVD എന്ന് കിട്ടും. ഒരു സെക്കൻഡ് കൊണ്ട് ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ചാർജിനല്ലേ കറണ്ട് എന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്, പുറത്തുനിന്ന് ഒരു സെക്കൻഡിൽ എത്ര ചാർജ് കണ്ടക്ടറിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് ഒരു സെക്കൻഡ് സമയം കൊണ്ട്, അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും ചാർജാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ദാറ്റ് ഈസ് സെഡ് ടു ബി കറണ്ട്. സോ കറണ്ട് ഹാസ് ദ ഫോർമുല NAEVD. റിപ്പീറ്റ് ചെയ്യാം, പേടിക്കൊന്നും വേണ്ട, ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് നമ്പറാണ്, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോള്യം. ഈ കണ്ടക്ടറിൻ്റെ ഒരു യൂണിറ്റ് വോള്യം എടുത്താൽ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസ്. അത് ഫിക്സഡ് ആണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. VD എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് സ്പീഡാണ്.
അപ്പോൾ ഈ ഫോർമുലയുടെ ഡെറിവേഷനാണ് ഇത് എഴുതിയെടുത്തോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ ഫാസ്റ്റായിട്ട് ഒന്നുകൂടി വളരെ ഫാസ്റ്റായിട്ട് പറയുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്, അപ്പോൾ നിങ്ങൾ എഴുതിക്കോ, ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പെട്ടെന്നൊന്ന് പറയാണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് പുറത്തുനിന്ന് എത്ര ഇലക്ട്രോണിക് കണ്ടക്ടറിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്, ദാറ്റ് ഈസ് കറണ്ട്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ഇലക്ട്രോണ് ഇതിനുള്ളിലോട്ട് കയറും ഈ ഹൈലൈറ്റഡ് സ്പേസിനകത്ത്, ഐ മീൻ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് കയറും, ദാറ്റ് ഈസ് കറണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് വി ഡി. ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് വി ഡി. അപ്പോൾ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൈം ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക. ഡെൽറ്റ ടി സെക്കൻഡ് കൊണ്ട് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിസ്റ്റൻസ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഏരിയയ്ക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഏരിയയ്ക്ക് തൊട്ടടുത്തിരിക്കുന്ന ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ടി സമയം കൊണ്ട് അത് വി ഡി ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ അതിൻ്റെ പുറകിലുണ്ടാവും. ഈ ഏരിയനെ ടച്ച് ചെയ്തിരിക്കുന്ന ആൾ വി ഡി ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പുറകിലുള്ള ഇലക്ട്രോണ് ഇതിൻ്റെ പുറകിൽ കാണും. അപ്പോൾ ഡെൽറ്റ ടി സമയം കൊണ്ട് ഇത്രയും റീജിയൻ, ഈ ഹൈലൈറ്റഡ് റീജിയനകത്തുള്ള ഇലക്ട്രോൺസുകളാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് ഡെൽറ്റ ടി സമയം കൊണ്ട്. വോള്യൂം ഓഫ് ദ റീജിയൻ, ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന റീജിയൻ്റെ വോള്യൂം ഓഫ് ദ റീജിയൻ വിൽ ബി ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, എ ഇൻറ്റു വി ഡി ഡെൽറ്റ ടി. എ ഇൻറ്റു വി ഡി ഡെൽറ്റ ടി ആണ് വോള്യം. ഒരു യൂണിറ്റ് വോള്യത്തിൽ n ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കത് ക്വസ്റ്റ്യന് തരും. ഒരു യൂണിറ്റ് വോള്യത്തിൽ n ഫ്രീ ഇലക്ട്രോൺസുകളാണ് ഉള്ളത് ഒരു യൂണിറ്റ് വോള്യത്തിൽ. അപ്പോൾ എ വി ഡി ഡെൽറ്റ ടി വോള്യത്തിൽ എ വി ഡി ഡെൽറ്റ ടി ഇൻറ്റു n ഇലക്ട്രോൺസുകൾ കാണും. ഈ ഹൈലൈറ്റഡ് റീജിയനകത്ത് എ വി ഡി ഡെൽറ്റ ടി ഇൻറ്റു n ഇലക്ട്രോൺസ് കാണും ഹൈലൈറ്റ് ചെയ്ത റീജിയനിൽ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ ആണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ ആണ്. അപ്പോൾ ഇത്രയും ഇലക്ട്രോണിൻ്റെ ചാർജ് ആകുമ്പോൾ എ വി ഡി ഡെൽറ്റ ടി എൻ ഇ വരും. എ വി ഡി ഡെൽറ്റ ടി എൻ ഇ വരും. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയം കൊണ്ട് എ വി ഡി ഡെൽറ്റ ടി എൻ ഇ ചാർജാണ് കയറിയിട്ടുള്ളത്. ഡെൽറ്റ ടി സമയം കൊണ്ട് എ വി ഡി ഡെൽറ്റ ടി എൻ ഇ ചാർജാണ് കയറിയിട്ടുള്ളത്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ചാർജ് കയറി? ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെൽറ്റ ടി വെട്ടിപ്പോയിട്ട് എൻ എ ഇ വി ഡി കിട്ടും. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ദ കറണ്ട് ഡ്രിഫ്റ്റ് സ്പീഡ് തമ്മിലുള്ള റിലേഷനാണ് ഇത്, ഐ ഈക്വൽ എൻ എ ഇ വി ഡി. ഓക്കെ, സോ അനദർ ഫോം ഓഫ് ഓംസ് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദർ ഇസ് എ കണ്ടക്ടർ. ഇഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് അക്രോസ് ദ കണ്ടക്ടർ, എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡെവലപ്പ്. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സപ്പോസ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് എൽ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്താണ്? എൽ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാമല്ലോ. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? ഇല്ലേ? ഇതിനിടയ്ക്ക് ഒരു എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഡ്രിഫ്റ്റ് സ്പീഡ് അല്ല കേട്ടോ, അതുകൊണ്ട് വലിയ വി എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ഇഫ് വി കണക്ട് എ ബാറ്ററി അക്രോസ് ദിസ്, ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻ പോയിന്റ്സ് അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? കറക്റ്റ് അല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? വോൾട്ടേജ് എന്നും പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയാം. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഡു മീൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്. പലർക്കും അതറിയില്ല, മറന്നുപോയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിയുടെ ഡെഫിനിഷൻ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിലുള്ളതാണ്.
വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കാണത്. വർക്ക് ഡൺ ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, എ യൂണിറ്റ് ചാർജ് ഫ്രോം വൺ എൻഡ് ടു അതർ എൻഡ്. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് എത്തിക്കാൻ നമ്മളെ ബാറ്ററി ചെയ്യുന്ന വർക്ക്, അതാണ് വി എന്ന് പറഞ്ഞാൽ. വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, 10 വോൾട്ട് 20 വോൾട്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് പലരും ശ്രദ്ധിച്ചിട്ടില്ല. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ചെയ്യുന്ന എഫേർട്ട്, ബാറ്ററി ചെയ്യുന്ന വർക്കാണത്. ബാറ്ററി ഒരു വർക്ക് ചെയ്തതുകൊണ്ടാണല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ദിസ് എൻഡ് ടു അതർ എൻഡ്. ഈ എൻഡിലുള്ള ഒരു പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് അവിടം വരെ എത്തിക്കാൻ ചെയ്യുന്ന വർക്ക്, അതാണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോഴ്സാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നിങ്ങളത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എല്ലാവർക്കും അറിയാമോ? ഐഷ, ഗോകുൽ അല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് പഠിച്ചിട്ടില്ലേ? സിദ്ധാർത്ഥ് ഫോഴ്സ് ഇവിടെ ഞാൻ കൈനറ്റിക് എനർജി യൂസ് ചെയ്യണില്ല, തെറ്റൊന്നുമില്ല, ഞാൻ തൽക്കാലം ഇതാണ് ഉപയോഗിക്കുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണ്. ഒരു യൂണിറ്റ് ചാർജിൻ്റെ കാര്യമാണ് ഞാൻ വീനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണ് ഇവിടുത്തെ ഫോഴ്സ്. ആ ചാർജിനെ പിടിച്ചിട്ട് പുഷ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ചാർജ് അങ്ങോട്ട് നീങ്ങുന്നത്. ചാർജ് നീങ്ങണമെങ്കിൽ ഒരു ഫോഴ്സ് അതിലുണ്ടാവണം. ഫോഴ്സ് ഉണ്ടെങ്കിൽ ചാർജ് അങ്ങോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ ഇ ആണ് ആ ഫോഴ്സ്. ഈ ആണ് ഫോഴ്സ് ആക്ടിങ്. എന്താ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയില്ല, കൈനറ്റിക് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇവിടെ ഇ ആണ്. ഇവിടുത്തെ ഫോഴ്സ് ആരാണ്? ഇ ആണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. ഈ എൻഡിലുള്ള ഒരു പോസിറ്റീവ് ചാർജ് യൂണിറ്റ് ചാർജിന് എൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മാത്രമേ മറ്റേ എൻഡിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വി = ഇ ഇൻറ്റു എൽ. അത് പഠിച്ചു വെച്ചോട്ടെ. ഇനി അതെല്ലാം നമുക്ക് ഡിറൈവ് ചെയ്യണ്ടേ, പക്ഷേ അത് പഠിച്ചു വെച്ചോ. കാരണം ബോർഡ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സും ഒക്കെ ഉള്ളതാണ്. എങ്ങനെയൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻ ഇടാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പോൾ ഇ ഇൻറ്റു എൽ ആണ് നമ്മളെ ബാറ്ററി ചെയ്യുന്ന വർക്ക്, പൊട്ടൻഷ്യൽ വോൾട്ടേജ്. വി = ഇ ഇൻറ്റു എൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. വി വോൾട്ടേജ് ഇ ഇൻറ്റു എൽ ആണെന്നുള്ള കാര്യം അല്ലേ? എവിടെ? അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്, ശരിയല്ലേ? അത് അവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യം വരും. 1 എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നോട്ടെ. ഐഷ, കീർത്തി ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും? ഇതവിടെ 1 എന്ന് പറഞ്ഞിരിക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പറ, നമ്മൾ വാട്ട് ഈസ് അവർ ഓംസ് ലോ പറഞ്ഞേ. ഓംസ് ലോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ഓംസ് ലോ എന്താണ്? I = കറണ്ട് = V/R. ഓർമ്മയില്ലേ? ഇതൊക്കെ നിങ്ങൾ ചെറിയ 10th പഠിച്ചതാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കറണ്ട് = വോൾട്ടേജ് ഡിവൈഡ് ബൈ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ദ വോൾട്ടേജ് ഡിവൈഡ് ബൈ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അതാണല്ലോ ഓംസ് ലോ അല്ലേ? എന്താരും മിണ്ടാത്തത്? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ അനദർ ഫോം ഓഫ് ഓംസ് ലോ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V = IR ആണ്. അനദർ ഫോം ഓഫ് ഓംസ് ലോ ബൈ ഹാർട്ട് ആക്കണം കേട്ടോ. അതെങ്ങനെയാണ് വരണതെന്നും കൂടി പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റെപ്പ് കുറച്ച് കുറവാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ V = IR വരും. കീർത്തി, ഐഷ, ഗോകുൽ എല്ലാവർക്കും മനസ്സിലായോ? V = IR വന്നത് ക്ലിയർ അല്ലേ? വി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വി എന്ന് പറഞ്ഞാൽ EL ആണ്.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വി ഈക്വൽ ഇ എൽ ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇക്വേഷൻ 1. സിദ്ധാർത്ഥ് ഇത് ഞാൻ 10th പഠിച്ചതാണ്, എങ്കിലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല റോ എൽ ബൈ എ, ഇത് ഞാൻ എടുത്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ. ഇത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഇല്ലേ? എവിടെ ഐഷ, കീർത്തി, ഗോകുൽ പഠിച്ചിട്ടില്ലേ? റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. എല്ലും രണ്ട് സൈഡിൽ വെട്ടിപ്പോയി. ഈക്വൽ ടു ഐ ബൈ എ ഇൻറ്റു റോ. ഇങ്ങനെ എഴുതിക്കൂടെ? ഈക്വൽ ടു ഐ ബൈ എ ഇൻറ്റു റോ. വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകളൊന്നും അല്ലത്. ഈ റോനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ? ഐ ബൈ എ ഈക്വൽ ടു റോ അങ്ങോട്ട് പോട്ടെ, 1 ബൈ റോ ഇൻറ്റു ഇ എന്ന് വരും. ഇവിടം വരെ ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഇവിടം വരെ കുഴപ്പമില്ലല്ലോ. ഐ ബൈ എ ഈക്വൽ ടു 1 ബൈ റോ ഇൻറ്റു ഇ, ശരിയല്ലേ? റിപ്ലൈ വേണം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ? സിദ്ധാർത്ഥ്, ഗോകുൽ, ഐഷ. ഐ ബൈ എ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഐ ബൈ എ ഓർമ്മയുണ്ടോ? ഐ ബൈ എ എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ബൈ എ എന്താണെന്നുള്ളത് അതെവിടെ ഉണ്ടല്ലോ. ഐ ബൈ എ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കറണ്ട് ഡെൻസിറ്റി എന്ന് പറയും. ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കറണ്ട് ഡെൻസിറ്റീനാണ് നമ്മൾ ഐ ബൈ എ എന്ന് പറയുന്നത്. ഐ ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റ് ഏരിയ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ. ഇമാജിൻ ചെയ്യേ ഫുൾ ഏരിയ വേണ്ട, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി എത്ര കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഫുൾ ഏരിയ വേണ്ട, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഐ ബൈ എ ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്, അതാണ് ഐ ബൈ എ. ശരിയല്ലേ? ക്ലിയർ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, ശരിക്കും രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐ ബൈ എനെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയും. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി, കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 1 ബൈ റോ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. 1 ബൈ റോ ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 ബൈ റോനെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയും അല്ലേ? കറക്റ്റ്, ക്ലിയർ അല്ലേ? 1 ബൈ റോനെ നമ്മൾ പറയുന്ന പേരെന്താണ്? കണ്ടക്ടിവിറ്റി. അതൊരു ഫിക്സഡ് നമ്പറാണ് കേട്ടോ. 1 ബൈ റോനെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയും. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് ദ അനദർ ഫോം ഓഫ് ഓംസ് ലോ. ഇതിലോട്ടാണ് നമ്മൾ എക്സാമിന് അവർ ഓംസ് ലോ ചോദിക്കുമ്പോൾ നമ്മൾ ജെ ഈക്വൽ സിഗ്മ ഇയിലോട്ട് എത്തിച്ചാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഫർദർ ഐ ഈക്വൽ വി ബൈ ആറിലോട്ട് എത്തിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ജെ ഈക്വൽ സിഗ്മ ഇയിലോട്ട് എത്തിച്ചാൽ മതിയാവും. കേട്ടല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ് അവർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ജെ ഈക്വൽ സിഗ്മ എ ഈസ് ദ അനദർ ഫോം, ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ഓംസ് ലോ എന്ന് പറയും. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്, എത്രത്തോളം ഫോഴ്സിലാണ് പിടിച്ച് തള്ളുന്നത് എന്നുള്ളത്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജെ ഈക്വൽ സിഗ്മ ഇയിലോട്ടാണ് എത്തിക്കുന്നത്. ഫൈനലി ജെ ഈക്വൽ സിഗ്മ ഇ എന്ന് പറഞ്ഞാലും ഐ ഈക്വൽ വി ബൈ ആർ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ് അല്ലേ? ഒരേ സെയിം സിറ്റുവേഷനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ജെ ഈക്വൽ സിഗ്മ ഇയുടെ ഡെറിവേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ജെ ഈക്വൽ സിഗ്മ ഇ ഓർ ഇങ്ങനെയും പറഞ്ഞാലും അറിയാം. ജെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്ന് എത്തിച്ചാലും മതിയാവും കേട്ടോ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ദ മോർ ഇലക്ട്രിക് ഫീൽഡ് implies more current density. This is the another representation of Ohm's law. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത്ര ഇല്ലേ? ഗോകുൽ, ഐഷ. I equal NAEVD. VD is the drift speed of the electron. ഇത് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് സ്പീഡാണ് നമ്മളിത് ഡിറൈവ് ചെയ്തതാണ് അല്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. ഗോകുൽ, കീർത്തി. ആൻഡ് ഐ ഈക്വൽ NAE VD നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് തന്നു. ഡ്രിഫ്റ്റ് സ്പീഡ്
എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഡ്രിഫ്റ്റ് സ്പീഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. E/m ഇൻറ്റു ടോ. E/m ഇൻറ്റു ടോയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോട്ട് നോക്കിക്കോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തത്, ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഡ്രിഫ്റ്റ് സ്പീഡ് VD കാണാനുള്ള ഫോർമുല E/m ഇൻറ്റു ടോയാണ്. പെട്ടെന്ന് കിട്ടും, 2 സ്റ്റെപ്പ് ഉള്ളൂ. ഇനി ഇതിൽ ആ എനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, ആ എനെ പിടിച്ചിട്ട് ലെഫ്റ്റിലോട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ I/A വരും, വിച്ച് ഈസ് ദ കറൻറ്റ് ഡെൻസിറ്റി. റൈറ്റ് സൈഡിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ബാക്കി N ഉണ്ട്, E ഇൻറ്റു E സ്ക്വയർ ആണ്. ടോ ഉണ്ട്, പിന്നെ താഴെ ഒരു M ഉണ്ട്, E ഉണ്ട്. ശരിയല്ലേ? നോക്കിയാൽ ഞാൻ എഴുതിയത് കറക്റ്റ് തന്നെയല്ലേ? ഐഷ, കീർത്തി, ഗോകുൽ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? വാട്ട് ഈസ് ദിസ് I/A? I/A എന്നെ പറയുന്ന പേരാണ് കറൻറ്റ് ഡെൻസിറ്റി, J എന്ന് പറയും. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇയാളൊരു കോൺസ്റ്റൻ്റ് ആണ്. എന്താ കാരണം കോൺസ്റ്റൻറ്റ് വരാൻ കാരണം? N ഈസ് ദ നമ്പർ ഡെൻസിറ്റി എന്ന് പറയും. ഒരു യൂണിറ്റ് വോള്യത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്? For a given conductor, N will be constant. For a given conductor, N will be constant. E എന്ന് പറഞ്ഞാൽ ചാർജ് കോൺസ്റ്റൻറ്റ്, ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം കോൺസ്റ്റൻറ്റ്, M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ കോൺസ്റ്റൻറ്റ്. ഫുള്ളും ഒരു കോൺസ്റ്റൻ്റ് ആണ്, എ കോൺസ്റ്റൻറ്റ്. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ വാല്യൂ അങ്ങോട്ട് എഴുതി വെച്ചേക്കട്ടെ. ആ ബ്രാക്കറ്റിന് ഇരിക്കുന്ന ആൾ മൊത്തം കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. N E square tau by M into E. We can compare with the J equal to some constant into A. So we can write J equal to, this constant is denoted by sigma. അല്ലെങ്കിൽ J proportional to E എന്ന് പറഞ്ഞാൽ no problem. J is proportional to E. അതായത് J equal to some constant into E. തെറ്റില്ലല്ലോ. J equal to some constant into E. or J equal to J directly proportional to E എന്ന് വേണമെങ്കിൽ പറയാം. J equal to some constant into E, hence J is proportional to E. That is the another form of Ohm's law. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ഡിനോട്ട് ചെയ്തു എന്ന് കരുതിയാൽ മതി. കേട്ടല്ലോ? നമ്മൾ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇതായിരുന്നു, J ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E എന്ന് എത്തിക്കണം. ഓംസ് ലോ അങ്ങനെയാണല്ലോ, കറൻറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നാണല്ലോ. അതേപോലെ ഉള്ളൊരു സംഭവമാണ് J ഈസ് പ്രൊപ്പോർഷണൽ ടു E. അപ്പോൾ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഡിനോട്ട് ബൈ സിഗ്മ, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ദ അനദർ ഡെറിവേഷൻ ഓഫ് ഓംസ് ലോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ എല്ലാവർക്കും? സിഗ്മ കണ്ടക്ടിവിറ്റി നമുക്ക് ആ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെടുത്ത് എഴുതാം. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചോദിക്കുമെന്ന് പറഞ്ഞില്ല, ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെയില്ല, ഡെറിവേഷനായിട്ട് വരുന്നുള്ളത്. I/NAE/VD ആവശ്യമുണ്ട്, അത് കാരണം ന്യൂമറിക്കൽസിൽ അത്. ഇതൊന്നും എഴുതിയെടുക്കുക. കാണുമല്ലോ അല്ലേ എല്ലാവർക്കും? ഇവിടം വരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് VD കിട്ടണം, ഡ്രിഫ്റ്റ് സ്പീഡ് അല്ലേ? കാരണം സ്പീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കാണാൻ എളുപ്പമാണ്. സ്പീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്നുള്ളത് കിട്ടും. I want ഡ്രിഫ്റ്റ് സ്പീഡ്. കറണ്ട് ഇവിടെ ഉണ്ട്, കറണ്ടും ഡ്രിഫ്റ്റ് സ്പീഡും തമ്മിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഉണ്ട്. കറണ്ടും ഡ്രിഫ്റ്റ് സ്പീഡും തമ്മിൽ, ഇതാണ് ആ റിലേഷൻ. കറണ്ടും ഡ്രിഫ്റ്റ് സ്പീഡും തമ്മിലുള്ള റിലേഷനാണ് I/NAE/VD. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ VD വിൽ ബി I/NAE. അറേഞ്ച് ചെയ്ത് അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. NAE ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡ് വിൽ ബി I/NAE. ഡ്രിഫ്റ്റ് സ്പീഡ് ഈക്വൽ ടു, ആരും ലീവ് ചെയ്ത് പോലെ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്ക്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്, 3 ആംപിയർ. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇട്ട് കൊടുത്താൽ പോരെ. 8.5 × 10⁻²8. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 × 10⁻⁻6. E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ്.
അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തരികയും ചെയ്യും. അതുകൊണ്ട് മറന്നുപോയിന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ പഠിച്ചു വെച്ചോ. 1.6 × 10⁻⁻19 കൂളമാണ്, ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈയുടെ വാല്യൂ ബൈ ഹാർട്ട് ആക്കിക്കോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ അവർ തരുന്നതാണത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രിഫ്റ്റ് സ്പീഡ്. സെക്കൻഡ് ആണ് യൂണിറ്റ്. സെക്കൻഡ് നമ്മൾ അവറൊന്നും ആക്കുന്നില്ല തൽക്കാലം, അങ്ങനെ ആക്കാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവിടം വരെ ക്ലിയർ ആയോ എല്ലാവർക്കും അല്ലേ? ഇവിടം വരെ ക്ലിയർ ആയോ? ഇത്രയൊന്ന് വായിച്ചു നോക്ക്. ഇത്രയൊന്ന് വായിച്ചു നോക്ക്. ഇത്ര എഴുതിയെടുക്കുക. ഞാൻ ആ നേരം കൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യട്ടെ. ഞാൻ കാൽക്കുലേഷൻ പറഞ്ഞ സമയം കളയണില്ല കേട്ടോ. കാൽക്കുലേഷൻ പറഞ്ഞ സമയം കളയണില്ല. ചെയ്തു വരുമ്പോഴേ ഇവിടെ എഴുതട്ടെ. കാൽക്കുലേഷൻ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. 2.7 × 10⁻⁴ സെക്കൻഡ് കിട്ടും. ഇതാണ് ഡ്രിഫ്റ്റ് സ്പീഡ്. നമുക്ക് ടൈമാണ് വേണ്ടത്. ഡിസ്റ്റൻസ് സ്പീഡിന് നമുക്കിങ്ങനെ ഒരു ഫോർമുലയില്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ശരിയല്ലേ? പഠിച്ചിട്ടില്ലേ? സ്പീഡ് എന്ന് പഠിച്ചിട്ടില്ലേ? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇങ്ങനൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം കാണണം. ഡിസ്റ്റൻസ് ഇവിടെ എല്ലാണ്. എൽ ഡിസ്റ്റൻസാണ് ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യേണ്ടത്. ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എല്ലാണ്. L/T. കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. L/T. ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എല്ലാണ്. അതിനെടുക്കുന്ന ടൈം T ആണ്. T ആണ് വേണ്ടത്. ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യുക. ഇലക്ട്രോൺ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എല്ലാണ്. അതിനെടുക്കുന്ന സമയം T ആണ്. ടൈം ഈക്വൽ ടു L/VD. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ, അങ്ങനെ വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എല്ലാണ് 3 മീറ്റർ. സ്പീഡ് 2.7 × 10⁻⁴ ആണ്. ശരിയല്ലേ? അല്ല, ഞാൻ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഇതല്ല, ഞാൻ എവിടെ ഒരു സ്ഥലത്ത് നോക്കി എഴുതിയതാ. അപ്പോൾ 2.7 × 10⁻⁴ അല്ലത്, വാല്യൂ വ്യത്യാസമുണ്ട്. ഞാനൊരു സ്ഥലത്ത് നോക്കി എഴുതിയെടുത്തതാ. ഞാനത് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്തേക്കാം. ഓക്കെ, ഞാനത് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്തേക്കാം. 3 ഞാനിപ്പോൾ തന്നെ ചെയ്തേക്കട്ടെ. 8.5 × 2 × കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. 1.6 0.11 ഇവിടെ 10⁻22 22 - 19 22 - 19 3 10⁻⁻3. ഡ്രിഫ്റ്റ് സ്പീഡ് ഭയങ്കര കുറവാണ്. അപ്പം എനിക്ക് സംശയം വന്നിരുന്നു. ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് വെരി വെരി സ്മോൾ. 3/VD. കാൽക്കുലേഷൻ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യണം. 3/8.5 × 2 × 1.6 ചെയ്തു. പിന്നെ 10⁻⁻ കാര്യങ്ങൾ 22 3 അതെ ഇങ്ങനെ തന്നെ വരുന്നത്. 3/0.11 27.2 × 10⁻3. ഇത് വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സെക്കൻഡ് മണിക്കൂറുകൾ എടുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയുള്ള ഇലക്ട്രോൺ അവിടെ എത്തണമെങ്കിൽ ഇത്രയും സെക്കൻഡ് വേണം. അപ്പോൾ മണിക്കൂറല്ല, ദിവസങ്ങൾ എടുക്കുന്നതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് വെരി വെരി സ്മോൾ. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ.